الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനം വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹു കൽപ്പിച്ച 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ, നീതി, ഇഹ്സാൻ, അടുത്ത ബന്ധുക്കൾക്ക് നൽകുക, ബന്ധം പുലർത്തുക എന്നത്. ഇനി അതിൽ ബാക്കിയുള്ളത് അള്ളാഹു വിരോധിച്ച 3 കാര്യങ്ങളാണ്. അതിൽ അള്ളാഹു പറയുന്നത് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്നാണ്. അതൊരു ഉപദേശമാണ്. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കാൻ, നന്നാകാൻ വേണ്ടി പറഞ്ഞു തരും. 3 കാര്യമാണ് അള്ളാഹു വിരോധിച്ചത്. അതിൽ ഫഹ്ശാ വൽ മുൻകർ എന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വാക്കുകൾ. ഫഹ്ശാ, മുൻകർ, ഇത് ഒരു പ്രത്യേകതയുള്ള പദമായിട്ടാണ് പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. രണ്ടും ഏറെക്കുറെ ഒരേ ആശയവും അർത്ഥവുമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഫഹ്ശാ എന്ന് പറഞ്ഞാൽ നീചവൃത്തികൾ എന്ന് പറയും. മുൻകർ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ എന്ന് പറയും. അത്രേ ഉള്ളൂ. അത് രണ്ടും പറഞ്ഞാൽ രണ്ടിനും രണ്ടർത്ഥമാണ്. ഒരിടത്ത് ഫഹ്ശാ എന്ന് പറഞ്ഞു, ഒപ്പം തന്നെ മുൻകർ എന്നും പറഞ്ഞാൽ ഫഹ്ശാഇന് ഒരർത്ഥമാണുള്ളത്, മുൻകറിന് വേറെ ഒരർത്ഥമാണുള്ളത്. ആശയത്തിൽ വ്യത്യാസമുണ്ടാകും. അത് ആ പ്രയോഗങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയും മുസ്ലിം, മുഅ്മിന്, ഫഖീർ, മിസ്കീൻ. ഫഖീർ എന്ന് പറഞ്ഞാൽ അവിടെ ഫഖീറും മിസ്കീനൊക്കെ ഒന്നെന്നെയാണ്, ഒരേ അർത്ഥമാണ്. മിസ്കീൻ മാത്രം പറഞ്ഞാൽ അതിൽ ഫഖീറും മിസ്കീനും പെടും, എല്ലാം ഒന്നാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഫഖീറും മിസ്കീനും എന്ന് വേറെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം വരെ ഫഖീർ എന്നുള്ളത് ഒരാശയത്തിലും മിസ്കീൻ എന്നത് മറ്റൊരാശയത്തിലുമായിരിക്കും. അതുപോലെ തന്നെയാണ് മുസ്ലിം, മുഅ്മിന് എന്ന അർത്ഥവും. ഒരിടത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൽ മുഅ്മിനും പെടും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമും പെടും. എന്നാൽ ഒരിടത്ത് മുസ്ലിം എന്നും മുഅ്മിന് എന്നും വേറിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും ആശയം അല്പം വ്യത്യാസമുണ്ടാകും. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെയുള്ള ഒരു പദമാണ് ഫഹ്ശാ, മുൻകർ.
ഫഹ്ശാ എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ മുൻകറും പെടും, മുൻകർ എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ ഫഹ്ശാഉം പെടും. ഫഹ്ശാ മുൻകർ എന്ന് വേറിട്ട് പറഞ്ഞാൽ രണ്ടിനും ചെറിയ ആശയ അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നതാണ്. ഇവിടെ സ്ഥലമുണ്ട് മുന്നിൽ, കുറച്ച് കയറിയിരുന്നാൽ മതി. സഫുകൾ ശരിയാക്കി. അപ്പോ ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ അശ്ലീലങ്ങൾക്കാണ് പരിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുള്ളത്. അശ്ലീലം എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള വൃത്തികേടുകൾ. അത് വ്യഭിചാരം മുതൽ തുടങ്ങിയിട്ട് മുഖദ്ദിമാത്തു സിന, വ്യഭിചാരത്തിന്റെ എല്ലാ ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫഹ്ശയിൽ പെടും എന്നതാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. മൊത്തത്തിലെല്ലാം പെടും. എങ്കിലും അശ്ലീലതകൾക്ക് പ്രത്യേകതയുണ്ട്. വ്യഭിചാരം എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഫാഹിഷത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ സിനയുമായി അടുക്കരുത്, അത് ഫാഹിഷത്താണ്, ഫഹ്ശാ ആണ്, മോശമാണ്. വസാഅ സബീല, വളരെ ചീത്തയാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അവസാന കാലഘട്ടത്തിന്റെ എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം എന്നത് ഒരു പ്രശ്നമല്ലാതായ കാലത്താണ്. അവിടെയും അത് വ്യഭിചാരമാണ്. ഫാഹിഷത്ത് എന്ന വാക്കാണ് വ്യഭിചാരത്തിന് അവിടെ അർത്ഥമാക്കി അല്ലാഹു തആല വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ മുമ്പുള്ള കാര്യങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തെ വ്യഭിചാരത്തിന് ക്ഷണിച്ചു എന്ന് ഖുർആൻ പറയുന്നു. ആര്? ഇംറഅത്തുൽ അസീസ്. ആ സമയത്ത് അല്ലാഹു തആല യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയതിനെ പറ്റി ഖുർആൻ പറയുന്നു, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി. അവിടെ അരുതാത്ത ചില കാര്യങ്ങളുടെ മുഖദ്ദിമാത്തുകൾ, ചില മുഖവുരകൾ സംഭവിച്ചു. അത് തിന്മയിലേക്ക് എത്തുമായിരുന്നു, ഏറ്റവും വലിയ തിന്മയിലേക്ക് എത്തുമായിരുന്നു, റബ്ബിന്റെ ഒരു ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയാ, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. ഫഹ്ശാ, ചീത്തയായ കാര്യം, വ്യഭിചാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം എന്റെ ഇഖ്ലാസുള്ള ഒരു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവിടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക്, ഏതൊക്കെ പ്രവർത്തനം? വഹഗല്ലഖത്തുൽ അബ്വാബ്, വാതിലടച്ചു. വഖാലത്ത് ഹൈതലക്, വാ എന്ന് പറഞ്ഞു. എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തുണങ്ങിയ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനെ പറ്റി അല്ലാഹു തആല പറയുന്നത് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. ആ ഫഹ്ശാഇനെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി എന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വർഗ ഭോഗത്തെ സംബന്ധിച്ച് ഖുർആൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റിയും ഫഹ്ശാ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതഅതൂന ഫീ നാദീകുമുൽ മുൻകർ വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി. ഞാൻ പിന്നെ പറയാം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ഒരിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് അതഅതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ. നിങ്ങൾക്ക് കൃത്യമായ ദിശാബോധമുണ്ടായിരിക്കെ നിങ്ങൾ ഈ തിന്മ ചെയ്യുന്നുവോ എന്ന് ചോദിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ
ആ സ്വവർഗ ഭോഗത്തിന് അവിടെ പ്രയോഗിച്ചത് ഫാഹിഷത്ത് എന്നാണ്. അപ്പൊ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള മുഴുവൻ അശ്ലീലതകളും മുഴുവൻ ആഭാസങ്ങളും അതിലുൾപ്പെടും. നിങ്ങൾക്കറിയോ, അത് സമൂഹത്തിൽ പ്രചരിക്കാൻ പാടില്ല. ഞാൻ ഓതിയ ആയത്തതാ സൂറത്തുൻ നൂറിലെ 19-ാമത്തെ വചനം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ ഫാഹിഷത്ത് പ്രചരിപ്പിക്കുക എന്നത് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ, അവർക്ക് ദുനിയാവിൽ തന്നെ വേദനാജനകമായ ശിക്ഷയുണ്ടാകും. വൽ ഫിൽ ആഖിറ വൽ ആഖിറ, പരലോകത്തും എന്തുണ്ടാകും? ശിക്ഷയുണ്ടാകും. അതാ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അത് അല്ലാഹുക്കറിയാം, നിങ്ങൾക്കറിയില്ല. നമ്മൾ ഒഴുക്കിന് അനുകൂലമായി അങ്ങനെ പോകും. നിങ്ങൾ ആലോചിച്ചപ്പോ ഇന്നൊക്കെ സമൂഹത്തിൽ ഫാഹിഷത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈംഗികമായ സദാചാരങ്ങൾ എവിടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവനെ സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യും. തോന്നിയ പോലെ ജീവിക്കുകയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ, യുവതി യുവാക്കളൊക്കെ. പലതും ഖുർആൻ പറയുന്നത് എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരത്തിന്റെ ഒരു ഹക്കുണ്ട് എന്നാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം നടക്കുന്ന അനധികൃത ലൈംഗിക ബന്ധമല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് നോക്കലാണ്. ദൃഷ്ടി താഴ്ത്തണം. കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങള് കണ്ണ് ചിമ്പട്ടെ. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. ലൈംഗികാവയവം ശ്രദ്ധിക്കട്ടെ. ആണിനെയും പെണ്ണിനെയും കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. കണ്ണ് ചിമ്പട്ടെ, ലൈംഗികാവയവത്തെ സൂക്ഷിക്കട്ടെ. ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും പറഞ്ഞു. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. സിനാഹുമാ അന്നളർ, നോട്ടം, ലൈംഗിക ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള നോട്ടം വ്യഭിചാരമാണ്. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല. ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ കയ്യ് സ്പർശനമാണ്. ആ രൂപത്തിലുള്ള അനാവശ്യ സ്പർശനങ്ങളാണ് ഇന്നൊക്കെ ഫാഷൻ. കല്യാണത്തിന് കൈ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ കയ്യെ നീട്ടിങ്ങനെ വരിക ചെയ്യാം. ഏത് മൊയിലായിട്ടും കാര്യമല്ല. അവന്റെ അടുത്തേക്ക് കൈയൊക്കെ നീട്ടിങ്ങനെ വരും. കൈ നീട്ടി പിടിച്ചു വരും, കൈ കൊടുക്കും. വലിയ ഫാഷനാണ്. ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിലേക്കാണ്. പക്ഷെ മതം പറയുന്നത് പാടില്ല. ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പിന്റെ ആണി തലയിൽ അടിച്ചു കയറ്റല നല്ലത് ഹദീസിൽ വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുമ്പോ ആണുങ്ങൾക്ക് കൈ കൊടുക്കും, പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കൂല. പക്ഷെ അതൊക്കെ ഒന്ന് ഫാഷനായി. പലതിന്റെ പേരിലും എല്ലാം അനുവദിക്കാൻ. ചിലപ്പോൾ അത് രാഷ്ട്രീയത്തിന്റെ പേരിലേക്ക്, ചിലപ്പോൾ അത് സമ്പത്തിന്റെ പേരിലേക്ക്, ചിലപ്പോൾ അത് ചില സംസ്കാരത്തിന്റെ പേരിലേക്ക്, ചിലപ്പോൾ അതൊരു ഫാഷനായിരിക്കും. പക്ഷേ കണ്ണ്, കയ്യ് ആ രൂപത്തിലെങ്ങാനും പോയാൽ അത് കയ്യിന്റെ വ്യഭിചാരമാണ്. നടന്നു പോകുന്നത് അതാ ഖുർആൻ പറഞ്ഞ വലാ തഖറബു, അല്ല വ്യഭിചാരം നടക്കുന്നിടത്തേക്ക് പോകരുതെന്നല്ല, വലാ തഖറബു, നിങ്ങൾ അടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഒന്നിലേക്കും പോകാൻ പാടില്ല. കാലിന്റെ വ്യഭിചാരം നടക്കലാണ്. അതിനുവേണ്ടി നടന്നു പോകുക, ഹറാമായ സ്ഥലത്തേക്ക് നടന്നു പോകുക. വൽ ഖൽബു, ഹൃദയം വ്യഭിചരിക്കും, അത് ശഹ്വത്താണ്. ഹൃദയത്തിൽ വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഉദ്ദീപിപ്പിക്കും. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, ഇതിന്റെ അനന്തരഫലം ഒന്നുകിൽ അവന്റെ ലൈംഗിക അവയവം അത് സാധൂകരിക്കും അല്ലെങ്കിൽ നിരാകരിക്കും. എത്ര കൃത്യമാണ്. തുടക്കം എവിടെ തുടങ്ങണത്? നോട്ടത്തിൽ നിന്നാ തുടങ്ങണത്. അതിന്റെ അനന്തരഫലമാണ് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുന്നത്, വ്യഭിചാരത്തിലേക്ക് എത്തുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ ശിക്ഷയുള്ളതും വ്യഭിചാരത്തിനാണ്.
വ്യഭിചാരം എണ്ണിപ്പറഞ്ഞത് ശിർക്കിനൊപ്പം കുഫ്റിനൊപ്പം കൊലപാതകത്തിനോടൊപ്പമാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ആരാ? ഇബാദുർ റഹ്മാൻ. ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിനോട് കൂടെ ഒന്നിനും പങ്കു ചേർക്കില്ല. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെ കൊന്നുകളയുകയില്ല. വലാ യസ്നൂൻ. അവർ വ്യഭിചരിക്കുകയില്ല. സിന, വ്യഭിചാരം, അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അത് ഫാഹിഷത്ത് പ്രചരിക്കാൻ കാരണമാകും. ഇല്ലെങ്കിൽ ഫാഹിഷത്തിലേക്ക് എത്തും എന്ന കണ്ണിന്റെ നോട്ടം. അതുകൊണ്ട് ഇസ്ലാമിന് കൃത്യമായ സ്ത്രീ നിയന്ത്രണമുണ്ട്. ഇഖ്തിലാത്ത് പാടില്ല, കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കൂടിക്കലരാൻ പാടില്ല. നോക്കൂ, ഇന്ന് എവിടെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുണ്ടായിട്ട് പറയല്ല, നമ്മളൊക്കെ അതിൽ പെട്ടുപോകും. കല്യാണം വേറെ വിഷയം പറയാം. എന്താണ് ഇന്നൊക്കെ നടക്കുന്ന കല്യാണത്തിന്റെ അവസ്ഥ? ആണും പെണ്ണൊക്കെ അങ്ങനെ മോരും മുതിരും വെച്ചമാതിരി ഒക്കെ കൂടിക്കലർന്നുകൊണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ ആണുങ്ങൾക്ക് ചോറയ്ക്കാനൊരു സ്ഥലം, പെണ്ണുങ്ങൾക്ക് ചോറയ്ക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നിപ്പതില്ല. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ദമ്പതിമാരെ നിയന്ത്രിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരാണ്. രാവിലെ ഓല വന്ന് ഫോട്ടോഗ്രാഫർമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ ഓല് ചെയ്യണതൊക്കെ ഓല് പറയും പോലെ. ഭക്ഷണം നിയന്ത്രിക്കണത് അവിടെ ഇവന്റ് മാനേജ്മെന്റ് ആണ്. ആരും കുറ്റപ്പെടുത്തല്ല, ഒക്കെ വേണം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അവിടെ ഇസ്ലാമികമായ മാന്യതകൾ പാലിക്കണം. ലോകത്ത് എല്ലാ ആളുകളും പവിത്രമായി കാണുന്ന ഒരു ബന്ധമാണ്. അവിടെയാണ് അനാശാസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് മണിയറെ പോയി ചെയ്യേണ്ട കാര്യങ്ങളുടെ തുടക്കം എവിടുന്നാ തുടങ്ങണത്? ആഭാസകരമായിട്ട് സ്റ്റേജിൽ വെച്ച് തന്നെ തുടങ്ങണം. നല്ലൊരു മൊയ്ലേരെ ഖുതുബൊക്കെ കൂടുന്നുണ്ടാവും, അതിനൊക്കെ നമ്മൾ ഉഷാറാണ്. മൂപ്പരെ ഖുതുബ കഴിഞ്ഞാൽ ബാക്കി നടക്കണതൊക്കെ തോന്നിയാസ്. മൊത്തം ഞാൻ പറയില്ല കേട്ടോ, അല്ലാത്തവരുണ്ട്. പക്ഷെ നിയന്ത്രിക്കാൻ നമുക്കൊന്നും കേടില്ല. ആണും പെണ്ണും കൂടി കലർന്ന് എല്ലാരും കുടുംബക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിരോധമല്ല. അവിടെ എല്ലാം നടക്കുന്നുണ്ട്, കൈ കൊടുക്കൽ നടക്കുന്നുണ്ട്. പരസ്യമായി സ്റ്റേജിന്റെ മുകളിൽ ഇരുന്നിട്ട് ചുംബിക്കാണ്. ആര്? ഭാര്യയും ഭർത്താവും തന്നെ. കോപ്രായങ്ങൾ. പെണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് പുരുഷൻ സുജൂദ് ചെയ്യാ, ഫോട്ടോഗ്രാഫർമാർ ചെയ്യിപ്പിക്കണം. ഓളെ പിടിച്ച് 4 തിരിച്ച സ്റ്റേജിന്റെ മുകളിൽ ഇട്ടിട്ട് അതൊക്കെ കണ്ട് ചെറുപ്പക്കാര് ആസ്വദിക്കുക. ആ കൂട്ടത്തിൽ പലരും ഉണ്ടാവും, പല രോഗങ്ങളുള്ളവരുണ്ടാവും. ആ ലൈംഗിക അഭിരുചികൾ മാറ്റം വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൈംഗിക ആഭാസങ്ങളെയും വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളെയും ഒക്കെ ഇന്ന് ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. LGBTQ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളാണ്. ഇസ്ലാം അതിന് കണക്കാക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് രോഗമാണെങ്കിൽ രോഗമാണ് എന്ന് തിരിച്ചറിയണം, ചികിത്സിക്കണം. അലങ്കാരമായി കൊണ്ടു നടക്കില്ല. ലെസ്ബിയൻസ്, ഒരു സ്ത്രീക്ക് പുരുഷനോടാണ് താല്പര്യം തോന്നേണ്ടത്, പുരുഷന് സ്ത്രീക്കും. പക്ഷേ ഒരു സ്ത്രീക്ക് സ്ത്രീയോടെന്ന താല്പര്യം തോന്നുന്നു, ലൈംഗിക താല്പര്യം തോന്നുന്നു. അതാണ് ലെസ്ബിയനിസം. ഒരു പുരുഷന് പുരുഷനോട് തന്നെ ലൈംഗിക താല്പര്യം തോന്നുന്നു. അതാണ് ലോകത്താരും ചെയ്യാത്ത പണി എന്ന് പറഞ്ഞിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെ ആക്ഷേപിച്ചത്. ഗെയ്സ്, അതുപോലെ തന്നെ ബൈസെക്ഷൽ, രണ്ടുപേർക്കും തോന്നുന്ന വികാരങ്ങള്, അതില് വൈകൃതങ്ങൾ വന്നുകൂടുന്നു. ട്രാൻസ്ജെൻഡേഴ്സ്, പുരുഷനായി ജനിക്കുന്നു പക്ഷെ അവന് തോന്നുന്നു ഞാൻ പെണ്ണായിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങളുടെ പോയി കുത്തിരിക്കുക. അപ്പൊ ഇന്റർവ്യൂ നടത്താൻ കുറെ ആൾക്കാര്, എന്നിട്ട് ഇന്റർവ്യൂ നടത്തുക. പിന്നെ അതിന് വേറെ കുറെ കാര്യങ്ങൾ. രോഗം വന്ന ചികിത്സകർ ഇല്ലെങ്കിൽ അതിന്റെ നിയമത്തെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് ആ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളുള്ള കാലഘട്ടത്തിൽ അവനാന്റെ മക്കളെ വളർത്തിണ്ടാക്കി 18 വയസ്സ് വരെ, 19 വയസ്സ് വരെ, 20 വയസ്സ് വരെയൊക്കെ വളർത്തിണ്ടാക്കിയിട്ട്
അന്യമാണ് കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ലോകത്ത് ഒരു മതവും കാണിക്കണം. ഞാൻ പല ഇതും നോക്കി, അതിലൊക്കെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ഇന്ന് മുസ്ലിങ്ങളാണ്. ഈ കല്യാണത്തിന് ഇത്ര അധികം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. ചില തന്താര് പാവങ്ങൾ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടോ, 10-50 ആയിട്ട് മൊയിലേരായി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മൊയിലേമാരെ പ്രസംഗം കേട്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ. ഓരോട് കുട്ടികൾ പറയും, നിങ്ങളവിടെ ഒതുങ്ങിയിരുന്നോളി, ഒരു കസാലിട്ടരാ, ഒന്നോ രണ്ടങ്ങളെ ആൾക്കാർ വരുന്നിടത്തോ അല്ല ഇങ്ങനെ സലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നാ മതി, നിങ്ങളൊന്നും നോക്കണ്ട. ഓൻ അവിടെ ഇരുത്തൊരു ഭാഗത്ത്. നമ്മൾക്കൊക്കെ അവസ്ഥയുടെ ഒരു നിവൃത്തിയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടൊരു മാറ്റം സംഭവിക്കുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ല. എവിടെയും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് മുൻകർ അപ്പുറത്ത് വരുന്നുണ്ട്. അതൊക്കെ മുൻകറിന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ഒരു ഫഹ്ഷാവോ ഒരു മുൻകറോ കണ്ടാൽ, ഇതൊന്ന് ഫഹ്ഷാവുമാണ് മുൻകറുമാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും പറഞ്ഞാൽ രണ്ടും പെടും. വേറെ വേറെ പറഞ്ഞ വേറെ വേറെ ഉണ്ടാവും. കഴിയെങ്കിൽ കൈകൊണ്ട് തന്നെ തടയണം. ഇല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒരു വെറുപ്പതിനുണ്ടാവണം. ഏറ്റവും ചുരുങ്ങിയത് മാന്യത ഉള്ളവരേക്ക് വിളിക്കാതിരിക്കെങ്കിലും ചെയ്യണം. ഈ തന്ത അതെങ്കിലും ചെയ്യണം. അത് ഇവന്റെ ഉത്തരവാദിത്തം. മാന്യത ഉള്ളവരെ അങ്ങനത്തെ കല്യാണം മക്കൾ നടത്തുകയാണെങ്കിൽ വിളിക്കരുത്. നമുക്ക് നടത്താൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും കുട്ടികൾ അവിടെ ഇരിക്കുകട്ടോ, വിളിക്കണ്ട. എന്തിനാ മാന്യത ഉള്ളവർക്ക് വിളിക്കണേ? ഈ അന്യ പെണ്ണുങ്ങളെ കൂടെ ഈ മൊയിലേരെ കൊണ്ട് ചോറ് വയ്പ്പിക്കണം എന്തിനാ? അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ ഫാഹിഷത്ത് പ്രചരിക്കരുതേ. അല്ല ചോക്കു, ഫാഹിഷത്ത് പ്രചരിക്ക. ഇന്നല്ലദീന യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു ഈ ഫാഹിഷത്ത് ഇങ്ങനെ പ്രചരിക്കണം. ഞാൻ ചെയ്യണ തോന്നിയാസത്തിൽ എല്ലാരും കൂടണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ, ദുനിയാവില് വലിയ ശിക്ഷയുണ്ടാവും. എത്ര നോക്കി നിങ്ങൾ കല്യാണത്തിന് വല്ല ബർക്കത്തുണ്ടോ? ഇങ്ങനെ നടത്തുന്ന കല്യാണത്തിനൊക്കെ ബർക്കത്ത് ഉണ്ടാവില്ല. അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര തലാഖാണ് നടക്കുന്നത്? ആ കല്യാണത്തിന് ബർക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഫാഹിഷത്ത് പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളികളാകാൻ പാടില്ല. അങ്ങനെയൊക്കെ കുട്ടികൾ നടത്തുകയാണെങ്കിൽ മാന്യന്മാർ അതിന് ക്ഷണിക്കാതിരിക്കുക. മാന്യന്മാര് ക്ഷണിച്ചാൽ അതിന് പോകാതിരിക്കുക. അതൊക്കെ വേണ്ടി വരും. അപ്പൊ സ്റ്റേജിൽ വെച്ച് നടന്ന കോപ്രായം മാത്രമല്ല, അന്യ പുരുഷന്മാര് കൂടിക്കലരൽ, ഖൽവത്ത് ഒഴിഞ്ഞിരിക്കുക ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. ഒരാണും പെണ്ണും ഒഴിഞ്ഞിരുന്നാൽ മൂന്നാമത് പിശാച്ചുണ്ടാകുമെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒറ്റക്ക് കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഒറ്റക്ക് കടയിൽ ഏസിറ്റ് വാതിലടച്ച് ഒരാണും പെണ്ണും. സംഗതി പെൺകുട്ടിക്ക് ജോലിയാണ്. നമ്മുടെ അഭിപ്രായത്തിൽ പെൺകുട്ടി ഫാർമസിസ്റ്റ് ആണ്, ജോലിയാണ്, ജോലി ചെയ്യാൻ. അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്, ജോലി ചെയ്യാൻ. ഈ ജോലി ചെയ്യുമ്പോ കൂടെ ഇരിക്കുന്ന ആളാരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ AC റൂമിൽ വാതിലടച്ച് ആരും കാണാതെ ഇരിക്കുന്നത് ആരാണ്? ഈ ആൺകുട്ടിയും പെൺകുട്ടിയാ. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യാത്ര പോകുക, ഒറ്റക്ക് യാത്ര പോയി. 2 ദിവസം മുമ്പ് ഒറ്റക്ക് യാത്ര പോയി ഒരു പെൺകുട്ടി. രക്ഷിതാവിനെ വിളിച്ച് കാര്യം പറ. രക്ഷിതാവ് പറ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കെട്ടാൻ പോണ പുതിയാപ്പള പറഞ്ഞു കുഴപ്പമില്ല, പോയിക്കോട്ടെ. പിന്നെന്താ നമ്മൾ ചെയ്യാ? ആയിക്കോട്ടെ, പോയിക്കോട്ടെ. ആരപ്പ ഈ വിടുന്നത്? പേഴ്സണലായിട്ട് അവനവന്റെ അടുത്തേക്ക് വരുമ്പോ എല്ലാവർക്കും കാര്യം തരും. അതുകൊണ്ട് ഫാഹിഷത്ത് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ഫാഹിഷത്തിനെ അല്ലാഹു വിരോധിക്കുന്നു. തോന്നിയാസം. എന്താ തോന്നിയാസം? മുൻകറും വരുമ്പോ നമുക്ക് മനസ്സിലാവും. ലൈംഗികതയിലേക്ക് എത്തുന്ന, വ്യഭിചാരത്തിൽ ഒളിച്ചോട്ടത്തിലേക്ക് എത്തുന്ന. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഒറ്റ കുട്ടിനെ കെട്ടിച്ചാൻ കിട്ടുന്നില്ല, ഒളിച്ചോടാണ്. അവിടെ ഇവിടെ പിന്നെ കാണുന്നത് ഷവാൻ അൽ മുൻകർ. മുൻകർ എന്ന് പറയുന്ന പദം ഒരു സാധാരണ മനുഷ്യന് അജിയെ എന്ന് പറഞ്ഞ കാര്യമാണ് മുൻകർ എന്ന് പറഞ്ഞാൽ. മോശമായി എന്ന് പറയും. നമ്മൾ കേട്ടാ മോശം, വഷളത്തരം. അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ TV വാങ്ങിയ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ ചിത്രമൊക്കെ കാണുമ്പോ പൈക്ക കണ്ടിമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്ത് TV, എന്ത് പിന്നെ അന്യ ചിത്രം. ഇപ്പൊ അവനാന്റെ കയ്യിൽ ഇതുണ്ടല്ലോ, അത് നോക്കി മടിയിൽ വെച്ച് കുത്തിരിക്കുക വരയ്ക്ക്. എല്ലാ അന്യ പെണ്ണുങ്ങളും നമ്മളെ മടിയിലുണ്ട്. ഏത് കോലത്തിലും മണി കാണാം, ഏത് ഭാഗവും കാണാം.
ആ മടി, ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം തന്നെ അള്ളാഹു തആല ദുനിയാവിലൊരു ശിക്ഷയാണ്. അള്ളാഹു തആല സ്വഭാവം തന്നെ നമ്മൊന്നൊക്കെ എടുത്തു മാറ്റി. അതൊന്നും ഇപ്പൊ ഒരു പ്രശ്നമില്ലാന്നുള്ള കോലത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇങ്ങനെയൊക്കെ എല്ലാ നാശങ്ങളും വിചാരമൊക്കെ അധികരിച്ച ഇവിടെ മഴ ഉണ്ടാവില്ല, ചൂട് കൂടും, ശിക്ഷ ഉണ്ടാകും, എന്തൊക്കെ നമ്മൾ കണ്ടു. നമ്മളൊരു ഭാഗ്യമുള്ള തലമുറയാണ്. വളരെ ചെറ്റക്കുടിലും മറ്റും ജീവിച്ച് കഞ്ഞിയും പൂളൊക്കെ തിന്ന ആളുകളപ്പോ നമ്മള് മന്തിന്മൊക്കെ കൂടുന്ന അങ്ങോട്ടൊക്കെ എത്തി. ഒന്നുമില്ലാത്ത ഈ സമയത്ത് നമ്മളൊക്കെ വളർന്ന് വലുതായി ടെക്നോളജിയുടെ കാലഘട്ടത്തിലെത്തി. ഒക്കെ കാണാൻ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ തന്നെ കണ്ടു പ്രളയം, നമ്മൾ തന്നെ കണ്ടു കൊറോണ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും മനുഷ്യന്മാർ പാഠം പഠിക്കുന്നില്ല എന്നതാണ്. അതാ ഫിദ്ദുന്യാവല്ല മുൻകർ. അതാണ് അൽ-കഹ്ഫിൽ കണ്ടിട്ടില്ലേ? മുൻകർ എന്ന് പറഞ്ഞത് ഏതാ? മൂസാ നബിയും ഖിദർ നബിയും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുട്ടിയെ പിടിച്ചാണ് കൊന്നു. ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതലഹു. കുട്ടിയെ കണ്ടപ്പോ കുട്ടിയെ കൊന്നു. ഖാല, അപ്പോ മൂസാ നബി ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റാ. അതാണ് മുൻകർ. മുൻകറായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന്. കൊലപാതകം. ഇന്നത്തെ ഒരു പത്രത്തിലെ എഡിറ്റോറിയൽ കോളം, ഒരു പ്രധാനപ്പെട്ട പത്രത്തിലെ എഡിറ്റോറിയൽ കോളത്തിൽ എഴുതിയിട്ടുള്ളത് കൊലപാതകമല്ല, കുടുംബ ബന്ധത്തിലെ കൊലപാതകങ്ങളാണ്. അതാണ് മുൻകർ. 6ഓളം കൊലപാതകം നമ്മുടെ കേരളത്തിൽ 2 ആഴ്ച കൊണ്ട് നടന്നത്. അമ്മാമനെ കൊല്ല, മകനെ കൊല്ല, ഭാര്യനെ കൊല്ല, തൊട്ടടുത്ത് പൊന്നാണിന്ന് കിട്ടിയ ആ ശവം വരെ, ആ മയ്യത്ത് വരെ സ്വന്തം ഭർത്താവ് കൊന്നതാ. വാപ്പാനെ കൊല്ല, ഉമ്മാനെ കൊല്ല. 6ഓളം കേസും പത്രം വായിച്ചപ്പോ 2 കേസ് സ്പെഷ്യൽ അതിൽ വേറെയുണ്ട്. കൊലപാതകം. പണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും കുടുംബത്തിൽ എവിടെങ്കിലുമൊക്കെ നടന്ന 2 ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കൊല്ലണ കൊലപാതകമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. സ്വന്തം വാപ്പ മകനെ കൊല്ല, സ്വന്തം വാപ്പാനെ മകൻ കൊല്ല, അമ്മാമാനെ കൊല്ല, അമ്മാവനെ കൊല്ല, സ്വന്തം ഭാര്യയെ കൊല്ല. ആരും സുരക്ഷിതരല്ല. അതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷയാണ്. അദാബുൻ അലീമുൻ ഫിദ്ദുനിയ. സ്വന്തം തന്നെ ബനൂ ഇസ്രായേലിന് അള്ളാഹ് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഫഖ്തുലു അൻഫുസകും. നിങ്ങൾ സ്വയം കൊന്നു തീരണം എന്നാണ്. അതൊരു ശിക്ഷയാണ്. നിങ്ങൾ മനസ്സിലാക്കണ്ടോ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? എന്താ ഇത്ര അധികം കൊലപാതകം? ഒരു പ്രധാന പത്രത്തിൽ എഡിറ്റോറിയൽ കോളം എഴുതാവുന്ന അത്ര വലുതായെങ്കിൽ 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന കൊലപാതകങ്ങളുടെ ലിസ്റ്റ് കുടുംബ കൊലപാതകങ്ങളാണ്. നോക്കൂ, ബനൂ ഇസ്രായേൽ ഫഖ്തുലു അൻഫുസകും, നിങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലുക. ശിക്ഷ കൊടുത്തത് ബനൂ ഇസ്രായേലിനാണ്. ഇതിങ്ങനെയാണെങ്കിൽ പരസ്പരം കൊന്നു തീരും. സ്നേഹബന്ധമല്ല, പ്രേമമല്ല നടക്കുന്നത്, കൊലപാതകമാണ്. പല നിലക്കുള്ള സംശയങ്ങൾ ഒക്കെ എവിടെ എത്തി? സംശയത്തിന്റെ കൊലപാതകമാണ് പൊന്നാനി നടന്നത്. സംശയമാണ്. അള്ളാഹ് വിരോധിച്ചതാ മുൻകർ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മോശമായ കാര്യങ്ങളും കൊലപാതകങ്ങളും അതൊക്കെ. അതുപോലെ മുൻകർ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ലൈംഗിക വൈകൃതങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. അത്തഅ്തൂന ഫീ നാദീകുമുൽ മുൻകർ. നിങ്ങൾ നിങ്ങളുടെ സദസ്സില് ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്നുവോ? ചോദ്യമാണ്. വിവാഹ പന്തലില് ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണിയറയിൽ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് വാപ്പാന്റെയും ഉമ്മാന്റെയും നാട്ടുകാരെയും കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച് ചെയ്യാം. അതിനൊരു ഉളുപ്പില്ല. നോക്കി നിൽക്കണ വാപ്പാക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഒന്നുമില്ല. അവിടേക്ക് എത്തിയാൽ അല്ലാഹു തആല ശിക്ഷിക്കും എന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നല്ലദീന, ശ്രദ്ധിക്ക, നമ്മൾ കാരണക്കാരാണ് ഒരു ഫാഹിഷത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിക്കാൻ, ഒരു മോശമായ കാര്യം നമ്മുടെ നാട്ടിൽ പ്രചരിക്കാൻ നമ്മളോ നമ്മുടെ മക്കളോ കുട്ടികളോ കാരണമായി. അതുകൊണ്ടൊന്നും നഷ്ടമില്ല. ചിലപ്പോ 1-2 ആൾക്കാർ പറയും, ഓ ഈ കാലത്തൊന്നും അല്ലേ ജീവിക്കണത്, ഓനതൊന്നും അല്ലേ, ചോദിച്ചോട്ടെ. പക്ഷെ നമുക്ക് അള്ളാന്റെ ഒരു ബർക്കത്ത് വേണ്ടേ? അതുകൊണ്ട് ഈ ആയത്ത് വളരെ ഗൗരവമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷത്തു ഫില്ലദീന, വിശ്വാസികൾക്കിടയിൽ വരരുത്. ആരെങ്കിലും ചെയ്തോട്ടെ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയാണ്. ദുനിയാവ് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഖിറത്തിൽ എന്തായിരിക്കും? അപ്പൊ അല്ലാഹു തആല നമ്മളെ പല നിലക്കും ശിക്ഷിക്കും. എന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹ് പറയുന്നത് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. ഫഹ്ശാഉം മുൻകറും അല്ലാഹ് വിരോധിക്കുന്നു എന്നാണ്. നമ്മളും
കഴിവിന്റെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഫാഹിഷത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ നിന്നും, അത് കേവലം ചെറിയൊരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിലൂടെ പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിലെ ചില സൈറ്റുകളായിരിക്കാം. നമ്മളൊക്കെ ഹൽവത്ത്, മനുഷ്യൻ ഒഴിഞ്ഞിരിക്കുമ്പോൾ സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഒഴിഞ്ഞിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം. സ്വന്തം ഫോട്ടോ എടുത്ത്, അതുപോലും ഫാഹിഷത്തിൽ പണ്ഡിതന്മാർ എണ്ണീട്ടുണ്ട്. സ്വന്തം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക. ഈ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ അതാണ് പണി. ഓലെ ഇൻസ്റ്റാഗ്രാം നമുക്കൊന്നും അറിയില്ല. അവർക്ക് വേണ്ട സമയത്ത് തുറക്കാൻ അറിയാം, അടക്കാനും അറിയാം. എല്ലാ പ്രേമത്തിന്റെയും പിന്നിൽ ഇൻസ്റ്റാഗ്രാമുകളാണ്. എങ്ങനെ ഉണ്ടായി ഈ കൊലപാതകം? അത് ഇൻസ്റ്റാഗ്രാമിന്റെ പേരിൽ പരിചയപ്പെട്ടതാണ്. എങ്ങനെ ഉണ്ടായി ഈ പിന്നെ അനധികൃത മാർഗത്തിൽ എങ്ങനെ ഗർഭിണിയായി? അത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. എങ്ങനെ ചാടിപ്പോയി? ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. പല രൂപത്തിലുള്ള ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പല രൂപത്തിലും പ്രചരിപ്പിക്കുക. അതിലൂടെ ആകർഷിക്കുക, അതിലൂടെ പ്രേമമുണ്ടാവുക, ഫാഹിഷത്ത് പ്രചരിപ്പിക്കുക. ഖുർആൻ പറഞ്ഞ അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്നൊക്കെ സൂക്ഷിച്ചു നിൽക്കുക. നല്ല മതബോധം നൽകുക മാത്രമേ നിവൃത്തിയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാനിരെ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ പറഞ്ഞ ഒരു കാര്യം അൽ ബഗ്യ് എന്നതാണ്. ഇതിന്റെയൊക്കെ പുറമെ വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 കാര്യങ്ങൾ വിരോധിച്ചു, 3 കാര്യങ്ങൾ കൽപ്പിച്ചു. ഈ ആയത്തിനെ പറ്റി പറഞ്ഞത് അജ്മഉ ആയാണ്. മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ ഖൈറും നമുക്ക് പറഞ്ഞെന്നു 3 കാര്യത്തിലൂടെ. മാറി നിൽക്കേണ്ട എല്ലാ ഷർറും അല്ലാഹു തആല പറഞ്ഞെന്നു. അത് ഈ ഷർറിനേ ഉള്ളൂ. ഫഹ്ശാഉം മുൻകറും ബഗയും. ബഗയ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ മാതിരി വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബഗയ് എന്ന് പറയാം. കൊലപാതകങ്ങൾക്ക് ബഗയ് എന്ന് പറയാം. അക്രമം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ രൂപത്തിലുള്ള അക്രമം. മനുഷ്യൻ സൃഷ്ടിച്ചതൊരു ക്രമമായിട്ട് ജീവിക്കാൻ വേണ്ടി. ക്രമം തെറ്റിയാൽ അക്രമമാവും. ക്രമം തെറ്റിയാൽ അക്രമമാവും. ആലോചിച്ച് നോക്കൂ, എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ഒരു വാഹനമാണെങ്കിൽ അതിനൊരു ക്രമമുണ്ട്. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനൊരു ക്രമമുണ്ട്. അല്ലെ? എഞ്ചിനീയർ വരക്കുമ്പോൾ ഒരു ക്രമമുണ്ട് അതിന്. മനുഷ്യന്റെ നടപ്പിനും ഇരിപ്പിനും സംസാരത്തിനും ഒക്കെ ഒരു ശൈലിയും ഒരു ക്രമവുമുണ്ട്. ക്രമം തെറ്റിക്കൽ. ലോകത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇപ്പോഴൊക്കെ ചൂടൊക്കെ കാരണം പറയേണ്ട ഓസോൺ പാളികളൊക്കെ മനുഷ്യരുടെ നിർമ്മിതിയാണ്. മനുഷ്യർ കാരണമാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. മനുഷ്യരുടെ സൂക്ഷ്മതക്കുറവും മറ്റു കാര്യങ്ങളുമാണ്. അപ്പൊ അക്രമികളാകാൻ പാടില്ല. ഖുർആൻ പറഞ്ഞിട്ട് ഇന്ന ശിർക ലളുൽമുൻ അളീം. ഏറ്റവും വലിയ അക്രമം മനുഷ്യൻ പടച്ചതമ്പുരാനോട് കാണിക്കുന്നതാണ്. സൃഷ്ടാവിനെ ആരാധിക്കണം. അത് ക്രമമാണ്, ലോകത്തിന്റെ ക്രമമാണ്. ഈ സൃഷ്ടാവിനെയാണ് സൃഷ്ടി ആരാധിക്കേണ്ടത്. സൃഷ്ടിയെ തന്നെ ആരാധിക്കാൻ തുടങ്ങിയാൽ അത് അക്രമമാകും. അതാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ഇപ്പോ നമ്മളൊക്കെ ഒരു ക്രമത്തിൽ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ട് അവിടെ ഇരിക്കണം. വെറുതെ ഞാനതൊന്ന് സ്റ്റൈല് മാറ്റിയിട്ട് ശ്വാസം വിടാൻ തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കും, ശ്വാസം മുട്ടുണ്ടോ ചോദിക്കും. എന്റെ നടത്തത്തിനും നിങ്ങളുടെ നടത്തത്തിനും ഒരു സ്റ്റൈലുണ്ട്. നിങ്ങളൊന്ന് സ്റ്റൈല് മാറ്റി നടന്നു നോക്കൂ. വെറുതെ ഇറങ്ങിയിട്ട് സാധാരണ നടക്കുന്ന മാറിയിട്ട് ഒന്നിങ്ങനെ ഒരു സ്പെഷ്യൽ നടത്തം നടന്നു നോക്കി. അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്റെ കാലം പറ്റിയത്. ഇതെല്ലായിടത്തും ഒരു ക്രമം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ക്രമത്തിൽ നമ്മൾ ജീവിക്കണം. മുസ്ലിം സംബന്ധിച്ചിടത്തോളം കൃത്യമായ ടൈം ടേബിൾ നിസ്കാരം കൊടുത്തിട്ടുണ്ട്. 5 നേരത്തെ കൃത്യമായ നിസ്കാരം ചിട്ടയായി കൊണ്ടുനടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെ കുറിച്ചുള്ള വലിയ ബോധമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ഫഹ്ശാഉം മുൻകറിൽ നിന്ന് മനുഷ്യനെ തടയും. ഒരു ചിട്ടയായ ജീവിതം, ഒരു ചിട്ടയായ ഇബാദത്ത്, ചിട്ടയായ ഒരു കാഴ്ചപ്പാട്, അതിൽ നമ്മൾ കൊണ്ടുനടന്നാൽ നമ്മൾ നന്നാകും, നമ്മുടെ കുടുംബം നന്നാകും.
അക്രമം ഉണ്ടാകൂല, നമ്മെ ആരും ആക്രമിക്കൂല. ലാ തുളിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറ. നിനക്ക് കഴിവുണ്ട് എന്ന് കരുതിയിട്ട് നീ ആരെയും ആക്രമിക്കരുത്. ഫള്ളുൽ മുയർജിഉ ഉഖ്ബാഹു ഇലൻ നദ്മി. ആക്രമിച്ചാൽ നീ ഖേദിക്കേണ്ടി വരും. ലോകത്ത് ഖുർആൻ പഠിപ്പിച്ചത് അക്രമികളുടെ ചരിത്രമാണ്. നമ്രൂദിന്റെയും ഖാറൂനിന്റെയും ഒക്കെ, ഹാമാനിന്റെയും ഫിർഔനിന്റെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അധികാരത്തിന്റെ പേരിലായേക്കാം, കഴിവിന്റെ പേരിലായേക്കാം. ആരെയും ആക്രമിക്കാൻ പാടില്ല. അക്രമം അത് ഫഹ്ശായിലേക്കും മുൻകറിലേക്കും എത്തിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായ 3 കാര്യങ്ങളാണ്. അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ മതി, ജീവിതം രക്ഷപ്പെടുന്ന ഖുർആൻ പറഞ്ഞു. വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യ്. എന്നിട്ട് അല്ലാഹു പറയാ യഅലക്കും ലഅല്ലക്കും തദക്കറുൻ. ഇതൊരു ഉപദേശമായി മാത്രം സ്വീകരിച്ചാൽ മതി. ഇന്ന് നമ്മുടെ മക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത, നമുക്കടക്കം തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉപദേശം. അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ തലമുറ. തീരെ ഇഷ്ടമല്ല. പക്ഷെ അള്ളാഹ് പറയുന്നു യഅലക്കും ലഅല്ലക്കും തദക്കറുൻ. ഇത് അള്ളാന്റെ ഉപദേശം, അള്ളാന്റെ വഅലാണ്. വഅലാണ് ഉപദേശം. അള്ളാഹ് വഅൽ പറഞ്ഞാണ് വേണമെങ്കിൽ കേട്ടാൽ മതി എന്നുള്ളതാണ്. കേട്ടാൽ അതിന്റെ ഖൈർ ഉണ്ടാവും, ഇല്ലെങ്കിലോ പടച്ചോനൊന്നും സംഭവിക്കൂല. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, മനുഷ്യനെ മനുഷ്യനാക്കാൻ. കാരണം മനുഷ്യനാണല്ലോ നിയന്ത്രണങ്ങൾ ആവശ്യം. വേറുള്ളവർക്കും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം വഴലൊന്നും ആർക്കും ആവശ്യമില്ല, പോത്തുകൾക്ക് ആവശ്യമില്ല. അവരവർ വിചാരിച്ച രൂപത്തിൽ അങ്ങനെ ജീവിക്കുള്ളൂ. നായ്ക്കൾക്ക് ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ല. മനുഷ്യന് മാത്രമാണ് വഴൽ ആവശ്യം. അതുകൊണ്ട് വഴലിനോടന്നെ ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. യഅലക്കും ലഅല്ലക്കും തദക്കറൂൻ. ഇത് അള്ളാഹു നമ്മെ ഉപദേശിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.